ശ്രീ ഗോപകുമാർ, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ അതുപോലുമല്ല ഉണ്ടാകുന്നത്. അതിന് മറുപടി ഇന്ത്യക്ക് വേണ്ടതില്ല എന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? കാരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളും രാഷ്ട്രീയമായ കാരണങ്ങൾക്കും അപ്പുറത്ത് ഇലക്ഷൻ കമ്മീഷന്റെ കൈവശമുള്ള ഡാറ്റ എന്ന് പറയുന്നതിനെ ജനാധിപത്യം ആധികാരികമായി വിശ്വസിക്കുന്ന ഒന്നാണ്. അതിൽ മറുപടി വേണ്ടത് കോടതിയിൽ കേസ് നടത്തിയോ? നമുക്കറിയാം, ഒരു ഇലക്ഷൻ കേസൊക്കെ പോയാൽ എത്ര വർഷം എടുക്കും എന്നുള്ളത്. അതിനിടയിൽ രാജ്യത്ത് സുപ്രധാനമായ ഇലക്ഷനുകൾ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, രാജ്യവ്യാപകമായ ഒരു ശുചീകരണം ഈ ആരോപണങ്ങൾക്ക് മറുപടിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നുണ്ട് എന്നുകൂടി കോൺഗ്രസ് ആരോപിക്കുന്നു. തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് രാജു പി നായർ പറഞ്ഞതിനകത്തുള്ള പ്രശ്നം പറഞ്ഞുതരാം. സംശയമുണ്ടെങ്കിൽ വിക്കിപീഡിയ നോക്കിയാൽ മതി. ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയമിക്കുന്നത് സർക്കാരിൽ നിന്ന് താൽക്കാലികമായിട്ട് ഇലക്ഷൻ സമയത്ത് 600 രൂപ ഓണറേറിയം കൊടുത്താണ് നിയമിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്ന ഞാൻ ചോദിക്കട്ടെ, CRP-SPG നിയമിക്കുന്നത് സംസ്ഥാന വ്യത്യാസമുണ്ട്. ഇല്ല, എന്നെ പറയാൻ അനുവദിക്കണം. ഇല്ല, എന്റെ സമയമാണ്, എന്റെ പറയാൻ അനുവദിക്കണം. അങ്ങനെ പറഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് രാജു, പറയാൻ അനുവദിക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശക്തമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമില്ല, പരിശീലനമുള്ള ആൾക്കാരില്ല. സർക്കാർ ജീവനക്കാരെ താൽക്കാലികമായി ഡെപ്യൂട്ടി ചെയ്ത് കൊണ്ടുവരുന്നു. അതിൻ്റെ പരിമിതിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് താങ്കൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. പോട്ടെ, താങ്കളുടെ ചോദ്യത്തിലേക്ക്. വ്യക്തമായിട്ടും ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ചുമതല പൊതുസമൂഹത്തിന് തന്നെയാണ്, പ്രതിപക്ഷത്തിന് തന്നെയാണ്. അത് കൊണ്ടുവരുന്നതിന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷന് ഉത്തരവാദിത്വമുണ്ട്. അതിന് കാലതാമസം എന്നൊരു കാര്യം പറഞ്ഞാൽ, കാലതാമസം വന്നാൽ പിന്നെ ആരോപണത്തിന് വാലിഡിറ്റി ഇല്ല. ഇല്ല, വാലിഡിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും വാലിഡിറ്റി ഉണ്ട്. ഒരു ശക്തമായ ഒരു ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ ഉൾക്കൊള്ളുവാൻ ഒരു നിഷ്പക്ഷമായ ഒരു കമ്മീഷൻ എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷന് നല്ല ഉത്തരവാദിത്വമുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയണം. ഇതിപ്പോൾ ദേശീയ തലത്തിൽ ഇതൊരു ചർച്ചയായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണ് അതാകത്തതിൻ്റെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, പൊതുസമൂഹം താരതമ്യേന ശക്തമായ സമൂഹങ്ങളിലെ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അത് ചർച്ചയാവുന്നതിൻ്റെ കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ശക്തിയാണ്, താരതമ്യേന ശക്തിയാണ്. ദേശീയ തലത്തിൽ ഇതൊരു ചർച്ചയാകാത്തതിൻ്റെ കാരണം ഇതിനേക്കാൾ വലിയ ഇഷ്യൂസിലേക്ക് അവർ മാറി മാറി പോകുന്നുണ്ടാകാം. പൊതുവിൽ രാജ്യത്ത് പൊതുസമൂഹം ശക്തമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷേ താങ്കൾ പറഞ്ഞ ആ ചോദ്യത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഇത് കേസ് പറഞ്ഞ് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് രാജു പറഞ്ഞ പതിറ്റാണ്ടുകളെടുക്കും. അതല്ല അതിൻ്റെ സൊല്യൂഷൻ. വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, അതാണ് പ്രധാനം. ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റി റീഗെയിൻ ചെയ്യണം. ഇത് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ സുകുമാർ സെന്നിൻ്റെ കാലം തൊട്ട് നമുക്കറിയാം. ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇവർ പറഞ്ഞപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായി നിൽക്കണം. അതിനു വേണ്ട ഞാൻ വാദിക്കുന്നത്, ഇപ്പോഴും പറയുന്നത്, അതിന് പരിശീലനം കൊടുക്കുന്ന ആൾക്കാരില്ല. പറഞ്ഞതുപോലെ പല ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് പ്രധാനമന്ത്രി അടക്കം ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മിണ്ടുന്നില്ല, ചോദിക്കുന്നില്ല, അതിന് കൃത്യമായ നടപടി എടുക്കുന്നില്ല. നിഷ്പക്ഷമായ ഒരു അമ്പയറായിട്ട് ഫൗള് നടക്കുമ്പോൾ വിസിൽ അടിക്കണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ആരോട് ചോദിക്കും? അത് ജനങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ജനങ്ങൾക്ക് ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികൾ. അതല്ലേ ഈ ചർച്ചയുടെ പ്രാധാന്യം. അതുകൊണ്ടല്ലേ ഈ ചർച്ച വരുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ചോദ്യങ്ങൾ ചോദിച്ചാലും അത് രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്ക് മാത്രം അഡ്രസ് ചെയ്യുകയാണ് മറുപക്ഷം. അല്ല, അവിടെയാണ് പരിമിതിയുള്ളത്. കാരണം നമുക്കിതൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, ഇതിനകത്തൊരു സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂ ഉണ്ട്, ലീഗൽ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് കുറ്റമറ്റ ഇലക്ട്രൽ റോളാണ് നമ്മുടെ നാട്ടിൻ്റെ ആവശ്യം. അതാണ് എൻ്റെ പോയിന്റ്സ് നമ്പർ 1 അതാണ്. രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ കമ്മീഷന് വേണ്ട രീതിയിലുള്ള മെഷീനറി ഇല്ല. അത് പ്രവർത്തിക്കുന്നത് താൽക്കാലികമായ ഗവൺമെന്റ് ജീവനക്കാരെ ഡെപ്യൂട്ടി ചെയ്തിട്ടാണ്. സുപ്രീം കോടതി ഇത് സ്വമേധയാ പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ വിഷയം സ്വമേധയാ പരിഗണിക്കാൻ എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഓൺ ഇറ്റ്സ് ഓൺ അവർ കേസ് എടുക്കൂല. പക്ഷേ ഇതിനകത്തുള്ളൊരു അപകടം പറഞ്ഞാൽ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് കേസ് കൊണ്ട് കൊടുക്കാം. ആ കേസ് കൊടുക്കുന്നതോടുകൂടി കോൺഗ്രസിന് കൊടുക്കണമെന്നില്ല, മറ്റാർക്കെങ്കിലും കൊടുക്കാം, സബ് ജുഡീസായി. പിന്നെ അതെ, ഞാൻ പറഞ്ഞു വന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഇതാണ്,
നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഇലക്ട്രൽ റോൾ മുതലുള്ള കാര്യങ്ങൾ ശുദ്ധീകരിക്കുക തന്നെ വേണം. അതോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ മേഖലയിൽ ജീവനക്കാരും ഇവർക്ക് സ്വന്തമായിട്ടൊരു ജീവനക്കാർ ശക്തമായി വേണം. അത് ദേശീയ തലത്തിലും ഇല്ല, സംസ്ഥാന തലത്തിലും. തിരുവനന്തപുരത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് എനിക്കറിയാം, അതിൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് അറിയാം, എവിടെ നിന്ന് വരുന്നത് എനിക്കറിയാം. എന്നുള്ളത് ശരി.